ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മണ്ണിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബ് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിന് ആരാധന. യാബോക്ക് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, കർമ്മേൽ എന്ന മലയിൽ നിന്ന് അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന, കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന, ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന, കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന, ആരാധന സത്യത്തിലും ആരാധന, ആരാധന ദൈവത്തിന് ആരാധന, സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന,
മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ ഇറങ്ങി വന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ഓ ആരാധന, ശബ്ദമുയർത്തി ഓ ദൈവത്തിന് ആരാധന. ആരാധന ദുഷ്ടർ പരിഹാസമോദിയാലും ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും
പക്ഷമായി തീർന്നതീരാ എന്തോരാനന്ദമേ ഭൂമിൽ വാസം യേശുവൻ പക്ഷമായി തീർന്നതീരാ എന്തോരാനന്ദമേ ഭൂമിൽ വാസം പരിശുദ്ധാത്മാവിനെ അത്യന്ത ശക്തി ഈ രൗദ്രഘോര മൺകുടാരങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയോ. അവിടുത്തെ കരകളിലേക്ക് ഏൽപ്പിക്കാം. ആമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ അതൊരു കാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായി പ്രിയ സഹോദരി ഫേമ പ്രാർത്ഥിച്ചാട്ട്, സന്തോഷ് പത്രം പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം ജീസസ്. Praise the Lord. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തും വിശ്വസിനും വാക്കുമാർക്കുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ വെള്ളിയാഴ്ചയുടെ കർത്താവേ, രാത്രികാലം കർത്താവേ, പ്രാർത്ഥനയായി കൂടുവാൻ കർത്താവേ, സഭയായി കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അന്ന് സമയം മുതൽ കർത്താവേ, അപ്പൻ്റെ മാറ്റമില്ലാത്ത സ്ഥാനത്തിൻ്റെ കർത്താവേ, ആ ചെറുകിൻ്റെ കീഴിൽ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഇരുത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പോൾ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ഒരാരാധനയായി കർത്താവെ സമർപ്പിക്കുന്നു കർത്താവെ. ജീവനും വിശുദ്ധിയുമുള്ള ഒരാരാധനയായി കർത്താവെ ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കി കർത്താവെ അനുദിന രൂപാന്തരപ്പെട്ടുകൊണ്ടൊരു ജീവിതം നയിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും അങ്ങ് നടത്തുന്ന എല്ലാ കർത്താവെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. സ്തോത്രം 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 കർത്താവെ. അങ്ങയുടെ പാദപീഠത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. അപ്പാ ഹല്ലേലൂയ. പ്രത്യേക ആരാധനയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ പലയിടങ്ങളായിരുന്ന കർത്താവ് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. പല ആവശ്യങ്ങളും ഞങ്ങൾ കൂടിയിരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന നല്ലൊരു കർത്താവെ കർത്താവിന്റെ മുമ്പിലാണല്ലോ ഞങ്ങളായിരിക്കുന്നത് കർത്താവ്. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളുടെ മേലൊക്കെ കർത്താവിന്റെ കരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവെ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത്തിൽ തികഞ്ഞു വരുന്നു പറഞ്ഞ ആ വചനത്തിന്റെ പ്രകാരം ഓരോ ദിവസവും
കർത്താവേ. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന നല്ല കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ. സഭയോട് ഓരോ വാഗ്ദത്തങ്ങളുടെ മേലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അങ്ങനെ ജയിക്കരുത്. അങ്ങനെ വചനമായിരിക്കും സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ ഹല്ലേലൂയ കർത്താവേ. തുടർന്നുള്ള എല്ലാ കർത്താവേ സങ്കീർത്തനം വായന കർത്താവേ, കർത്താവേ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടതധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പാ ഈ നാളുകളെ കർത്താവേ ആത്മാവിൽ കർത്താവെ ആരാധിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഈ കാലഘട്ടത്തില് അങ്ങ് തന്നെ കരം പിടിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്തദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവേ. സകലത്തിലും പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ പ്രാർത്ഥന കേടനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവിടാതെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന പിതാ കർത്താവേ ഹല്ലേലൂയ. സഭയായും കർത്താവേ അടിയങ്ങൾ കർത്താവേ ഹല്ലേലൂയ. ഈ രാത്രികാലം അങ്ങയുടെ സന്നിധി കർത്താവേ കടന്നു വരുവാൻ സ്വർഗ്ഗമൊരുത്തിയ അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവന്റെ അവൻ ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറക്കാതെ വണ്ണം കർത്താവെ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗമൊരുത്തിയ അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ആരുന്നിടത്തെല്ലാം ദൈവം സൂക്ഷിച്ചല്ലോ കർത്താവെ. ഞങ്ങൾക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ യോഗ്യതയോടെ നിർത്തിയല്ല പച്ച കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ ഞങ്ങൾ കർത്താവെ ആയിരുന്നിടത്തെല്ലാം ദൈവം കർത്താവെ സൂക്ഷിച്ചല്ലോ. വരാമെന്ന ആപത്തെണ്ണത്തിനെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ചല്ലോ പച്ച. ഞങ്ങളുടെ യോഗ്യതയോ ഞങ്ങളുടെ കഴിവൊന്നും അല്ലപ്പ, ദൈവത്തിന്റെ കരുണയാണ്, അങ്ങയുടെ കൃപയാണ് കർത്താവെ. എഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല കർത്താവെ ഹല്ലേലൂയ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ അങ്ങ് തരുന്ന കർത്താവെ സമാധാനം മാത്രമേ ഉള്ളൂ കർത്താവെ ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ. പ്രത്യേക കർത്താവെ സഭയാ കുടുംബങ്ങളെ എല്ലാം അങ്ങോട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്ന പച്ച കർത്താവെ. ആരെങ്കിലും രോഗത്തോടെ ഭാരത്തോടെ പച്ച അങ്ങയുടെ സനയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടപ്പാ ഹല്ലേലൂയ. അതേ വലിയൊരു വിടുതലോടെ ആവശ്യത്തോടാണോ കടന്നു വന്നത് അതിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവമേ നീ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവെ. ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ തന്നല്ലോ, ഞങ്ങൾ കർത്താവെ പാടുവാൻ ദൈവം കൃപ തന്നല്ലോ കർത്താവെ. അങ്ങ് തരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല സാക്ഷ്യങ്ങളെ കർത്താവെ ഇന്ന് കേൾപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസനായി കുടുംബത്തിനായി സ്തോത്രം കർത്താവെ. അനേകർക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തന്റെ ദാസനെ ദൈവം ശുശ്രൂഷകളെല്ലാം കർത്താവെ അങ്ങ് ഏറ്റെടുത്തിരിക്കാൻ ഞങ്ങൾ സ്തോത്രം കരയിരുന്ന കർത്താവെ. കടന്നു വന്ന ജനത്തെ എല്ലാം ഒരിക്കൽ കൂടി അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ആരെങ്കിലും കർത്താവെ വഴിയാത്രയിലുണ്ടെങ്കിൽ കർത്താവെ എത്രയും വേഗം കടന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം സ്വർഗം പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യാചനയ്ക്ക് മറുപടി അയച്ചനായി സ്തോത്രം പിതാവേ. സകലത്തിന്റെ മേലും ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വീണ്ടും പൂർണ്ണമായി സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 146 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalms 146 146 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കാം. നിങ്ങളുടെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ വാഴും, സീയോനിലെ ദൈവം
തലമുറകളോട് യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ യഹോവയെ സ്തുതിക്കാം. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ആമേൻ. ആരംഭ പ്രാർത്ഥനയുടെ സമയം മുതൽ ദൈവത്തെ സ്തുതിപ്പാൻ ആമേൻ കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നാം ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി കരയേറ്റുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ സ്തോത്രം, അതിൻ്റേതായുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുവാനിടയാകും. സങ്കീർത്തനക്കാരൻ്റെ വലിയൊരു തീരുമാനമാണ് സ്തോത്രം. ജീവനുള്ള എന്നും സ്തോത്രം. ആമേൻ. മരിച്ചവരും അവനതിയിലിരിക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ജീവനുള്ളവർ, നിത്യജീവനെ പ്രാപിച്ചവർ, സ്തോത്രം, നിത്യജീവൻ്റെ അവകാശികളായി തീർന്ന നാം ഓരോരുത്തരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ആമേൻ സ്തോത്രം. കാരണം അത്രത്തോളം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാത്തവരായി ഇവിടെ ആരും കാണുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഇവിടെ കൂടിയിരിക്കുന്ന സകല മനുഷ്യരും സ്തോത്രം ദൈവത്തിങ്കിൽ നിന്ന് കൃപ പ്രാപിച്ചവരാ, നന്മ പ്രാപിച്ചവരാ, അനുഗ്രഹം പ്രാപിച്ചവരാ. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉള്ള കാലത്തോളം, ഭൂമിയിലുള്ള കാലത്തോളം ദൈവം സ്തോത്രം ഈ ശരീരത്തിന്മേൽ ജീവൻ തന്നിരിക്കുന്ന കാലത്തോളം ആര് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അതൊരു ഭക്തൻ്റെ തീരുമാനമാണ്, അതൊരു ഭക്തൻ്റെ സമർപ്പണമാണ്. സ്തോത്രം. അതിന് 3-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. നമ്മുടെ സഹോദരൻ ഒരു മൈക്ക് കൊടുത്തേ. സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. സ്തോത്രം. പിന്നെ ആരില്ല നാം ആശ്രയിക്കേണ്ടത്? സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ. 118 സങ്കീർത്തനം 118 8-9 വായിച്ചാട്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരിലാണ് ആശ്രയിക്കേണ്ടത്? ആമേൻ. യഹോവയിൽ ആശ്രയിക്കണം. ഒരു ദൈവത്തിൻ്റെ പൈതൽ സ്തോത്രം മനുഷ്യരിൽ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാൽ ആമേൻ പലപ്പോഴും അവന് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കത്തില്ല. അവൻ ചിന്തിക്കുന്ന മാതിരി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്നാൽ യഹോവയിൽ ആശ്രയം വെച്ചാൽ യഹോവ നിൻ്റെ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മുടക്കവും ഉണ്ടാകുകയില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സദൃശവാക്യം 11:28 ഒന്ന് വായിച്ചാട്ട്. സദൃശവാക്യം 11:28. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ലോകത്തിൽ അനേകർ അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നവരാ, അവരുടെ കഴിവിൽ ആശ്രയിക്കുന്നവരാ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ആശ്രയിക്കുന്നവരാ, അവരുടെ പേഴ്സണാലിറ്റിയിൽ ആശ്രയിക്കുന്നവരാ. ആമേൻ. സ്തോത്രം. വിവിധങ്ങളായ അവരുടെ യോഗ്യതകൾ സ്തോത്രം ഹല്ലേലൂയ നിരത്തി വെച്ച് അതിലൊക്കെയും ആശ്രയിക്കുന്നവരാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നെബൂഖദ്നേസറും തന്നിൽ തന്നെ ആശ്രയിപ്പാൻ, തന്നിലേക്ക് തന്നെ നോക്കുവാൻ നെബൂഖദ്നേസറിന് ഇടയായി. നെബൂഖദ്നേസർ സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ. ആമേൻ. ഹല്ലേലൂയ. പുല്ല് തിന്നുന്ന കാളയെ പോലെ നിമിഷം കൊണ്ട് അവൻ്റെ രൂപം മാറി, അവൻ്റെ ഭാവം മാറി. ആമേൻ. സ്തോത്രം. 2 കാലിൽ നിന്ന മനുഷ്യൻ 4 കാലിൽ ഇഴഞ്ഞു നടക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ്റെ ഒക്കെയും ഗതി അത് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ശ്വാസം പോകുന്നു,
അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്നു തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ആമേൻ. ദൈവത്തിന് വിരോധമായി നിരൂപിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ നിരൂപണങ്ങളൊക്കെയും വ്യർത്ഥമായി തീരും. സ്തോത്രം. മനുഷ്യൻ്റെ നിരൂപണങ്ങൾ ദൈവത്തിൻ്റെ ഹിതമില്ലാതെ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം അവനെ ഇല്ലായ്മ ചെയ്യും, അവനെ നീക്കിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവനെ ഉന്മൂലനം ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു എന്ന് 90-ാം സങ്കീർത്തനം ആണ്. ഇതൊന്ന് വായിച്ചാട്ട്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, സകല ജഡവും പുല്ല് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതെന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. സ്തോത്രം. അതിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുവാൻ അവനൊരിക്കലും സമ്മതിക്കത്തില്ല. സ്തോത്രം. ആ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ദൈവമക്കളെന്ന് പറയുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെന്ന് പറയുവാൻ ദൈവം നമ്മെ സഹായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 90-ന്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. അല്ലല്ല, 10-ാം വാക്യം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ, അത് വേഗം തീരുകയും. മനുഷ്യൻ, ജനിച്ച മനുഷ്യനായി പിറന്നവൻ ഒരു ദിവസം പറന്നുപോയേ മതിയാവും. സ്തോത്രം. ആമേൻ. 70 വയസ്സുവരെയൊക്കെ ജീവിപ്പാൻ മനുഷ്യന് കഴിയത്തുള്ളൂ. ഇപ്പോൾ വന്ന് അത് 40-ആയി, 50-ആയി, 40-ആയി, 35-ആയി. എപ്പോൾ പോകുമെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ്. നല്ല യുവാക്കന്മാർ, നല്ല ബിൽഡപ്പ് ബോഡി ഉള്ളവർ, ജിംനേഷ്യത്തിലൊക്കെ പോകുന്നവർ, ആമേൻ, സ്ഥിരമായി എക്സർസൈസ് ചെയ്യുന്നവർ. സ്തോത്രം. ഹല്ലേലൂയ. ജിംനേഷ്യത്തിൽ വെച്ച് തന്നെ ഉരുണ്ട് വീണ് പെടഞ്ഞ് ഈ ലോകത്തെ വിട്ടുപോകുന്ന അവസ്ഥകളാണ് നമ്മുടെ മുമ്പിൽ നാം പലപ്പോഴും കാണുന്നത്. സ്തോത്രം. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് അത് പുല്ലുപോലെയാകുന്നു, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ ഒക്കെ നശിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. എന്നാൽ ആമേൻ, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ആയുസ്സെങ്കിലും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന ആയുസ് ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രത്യാശ അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്നത് ഈ ലോകത്തിൽ വെച്ച് അവർ മാറ്റപ്പെട്ടാലും, ഈ ലോകത്തിൽ അവർ മരിച്ചു വീണാലും, സ്തോത്രം. ഹല്ലേലൂയ, വേറെ ലോകം കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രത്യാശയോടെ കടന്നു എന്ന് യുഗായുഗം വാഴുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക ദൈവമക്കളുടെ സ്തോത്രം പ്രത്യാശയുള്ളവരായി അവരുടെ മരണസമയത്തെക്കുറിച്ച് അവർക്ക് അറിവ് ലഭിച്ചിട്ട് സ്തോത്രം അവരുടെ ശവസംസ്കാരത്തിന് പോലും എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവർ മുന്നുകൂട്ടേ മറ്റുള്ളവരോട് പറയാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദന മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദന മാത്രമേ അങ്ങനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. കർത്താവ് ഒരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കുമെന്നുള്ള പ്രത്യാശയുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു മരണം സാധ്യമാകുകയുള്ളൂ. അല്ലാത്തവരൊക്കെ മരിക്കുമ്പോൾ ഹല്ലേലൂയ വലിയ വേപ്രാളമൊക്കെ കാണിച്ച് ആമേൻ തലയൊക്കെ പിച്ചി ചീന്തി ആമേൻ വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരെ പലരെയും കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, ദൈവ പൈതലിനൊരു പ്രത്യാശയുണ്ട്. റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത്.
എന്തിനീ കാണുന്നതിനായി ഒത്തിരി പ്രത്യാശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. സ്തോത്രം, പ്രൈസ് ലോർഡ്. എത്രയൊക്കെ ഉണ്ടാക്കിയാലും ഹല്ലേലൂയ, ഈ ശ്വാസം ആമേ സ്തോത്രം ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം ഹല്ലേലൂയ ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. സ്തോത്രം, ഒന്നും കൊണ്ടുപോകാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മുടെ മൂക്കിലേക്ക് ഊക്കിയ ഊതിയ ജീവശ്വാസം മാത്രമേ സ്തോത്രം ഹല്ലേലൂയ ഇവിടുന്ന് പോകത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ ഇവിടുന്ന് പോകുകയുള്ളൂ. സ്തോത്രം, ആമേ. അത് സ്വർഗത്തിൽ കർത്താവ് വിശ്രമത്തിനായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ സ്വർഗീയ ഭവനത്തിലേക്ക് ചെന്ന് ചേരും. സ്തോത്രം, പ്രൈസ് ലോർഡ്. ആമേൻ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഹല്ലേലൂയ ആമേൻ ഒരു രൂപാന്തരം നമുക്ക് ലഭിക്കും. കർത്താവ് നിശ്ചയിച്ച സമയത്ത്, കർത്താവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ആ രൂപാന്തര ശരീരം നമുക്ക് ലഭിക്കുവാനിടയാകും. അതുവരെ കർത്താവ് ഒരുക്കിയ സ്ഥാനത്ത് പ്രത്യാശയോടെ നമുക്കായിരിക്കാൻ ദൈവം സഹായിക്കൂ. സമാധാനത്തോടെ ആയിരിക്കാൻ ദൈവം സഹായിക്കൂ. സ്വസ്ഥതയോടെ കൂടെ ആയിരിക്കാൻ ദൈവം സഹായിക്കും. അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ ഭയത്തിൽ മരിച്ചു വീഴുന്ന കാര്യത്തിൽ അവന് യാതൊരു ഭയമുണ്ടാകരുത്. പ്രൈസ് ലോർഡ്. ആമേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ട്, സ്തോത്രം പാസ്റ്റർ ഞാൻ പോവാൻ റെഡിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ ഈ ലോകത്തിൽ കുറേ നാളിവിടെ കിടക്കുന്നത്? സ്തോത്രം. അതാണ് ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വിളിച്ചാലും സന്തോഷത്തോടെ ബാക്കിയുള്ളവരോടെല്ലാവരോടും ബൈ ബൈ പറഞ്ഞു പോകുവാൻ സ്തോത്രം നാം എപ്പോഴും ഒരുക്കമുള്ളവരായി തയ്യാറുള്ളവരായിരിക്കണം. റോമർ 15:13 വായിച്ചാട്ട്. സ്തോത്രം. എന്നാൽ നിങ്ങൾ പ്രത്യാശയിൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയെ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് ആമേൻ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ആമേൻ. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പഴയ പാടിയല്ലോ, ഈ ലോക ആക്ഷേപം ചൊല്ലിയാലും പ്രൈസ് ലോർഡ്, എന്നാലും പ്രൈസ്. അതാണ് പ്രത്യാശ. സ്തോത്രം. എൻ പ്രാണനാഥൻ എന്ന് വരും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ. സ്തോത്രം. അതാണ് പ്രത്യാശ. സ്തോത്രം. കർത്താവ് എപ്പോൾ വരും? ആമേൻ. സ്നേഹസ്വരൂപൻ എപ്പോൾ വരും? മനസ്സലിവിൻ്റെ ദൈവം എപ്പോൾ വരും? എൻ്റെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ എപ്പോൾ വരും? ഹല്ലേലൂയ. എൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാകൃതമായ ഈ ശരീരങ്ങളെല്ലാം മാറ്റുന്ന കർത്താവ് എപ്പോൾ വരും? ആമേൻ. അതിനുവേണ്ടി കണ്ണുകൾ തുടിച്ചു കൊള്ളണം, ഉള്ളം തുടിച്ചുകൊണ്ട് ഇരിക്കണം. അങ്ങനെയുള്ള ദൈവമക്കളാണ് പ്രത്യാശയെ സമൃദ്ധിയുള്ളവരായിട്ട് കർത്താവ് നമുക്ക് നൽകി തരുന്ന സമാധാനവും സന്തോഷം കൊണ്ട് നിറയുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും വായിച്ചാട്ട് അവയിലുള്ള സകലവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. സ്തോത്രം. അവൻ വിശ്വസ്തനാ. സ്തോത്രം. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം അവിശ്വസ്തരായി തീർന്നാലും വിശ്വസ്തനായി പാർക്കുന്ന നമ്മുടെ ദൈവം ആമേൻ ഈ രാത്രികാലം നമ്മുടെ മധ്യമുണ്ട്. സ്തോത്രം. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. വായിച്ചാട്ട്. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർക്കുന്നു. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ആമേൻ. സ്തോത്രം.
എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു എന്ന് വിശ്വാസമുള്ള ദൈവമക്കള് കരങ്ങൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞാൽ മാത്രം പോരാ, ബാക്കിയുള്ള കാര്യം കൂടെ നമ്മൾ ചെയ്യണം. വായിച്ചാട്ട് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടണം. യഹോവയുടെ ആത്മാവ് നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ സ്തോത്രം. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ തക്കവണ്ണം നീ അവരുടെ അടുക്കിലേക്ക് ചെല്ലണം. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതൽ സ്തോത്രം. പാപത്തിന്റെ തടവിൽ അകപ്പെട്ടിരിക്കുന്ന പാപികളായ മനുഷ്യരെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ. വായിച്ചാട്ട് ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സ്തോത്രം അവരുടെ ബന്ധനങ്ങളൊക്കെ അഴിച്ചു മാറ്റി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാന്. ആമേൻ. പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവത്തിന്റെ മക്കളെ സ്തോത്രം. ഹല്ലേലൂയ. അവരെ ബന്ധനത്തിൽ നിന്ന് അഴിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. സ്തോത്രം. അവരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ നീ അവരുടെ അടുക്കിലേക്ക് ചെല്ലണം. സ്തോത്രം. അവർ ബന്ധനത്തിലായിരിക്കുന്നു, അവരോട് പറയണം. അവർ ബന്ധനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെല്ലുന്നത് നിത്യ നരകത്തിലായിരിക്കുമെന്ന് അവരോട് പറയണം. താഴ്ത്തു വായിച്ചാട്ട് യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെ കുറിച്ച് മനുഷ്യരോട് നാം പറയണം. അത് ഏറ്റവും ഭയങ്കരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അത് വളരെ ആമേൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് ആമേൻ മറ്റുള്ളവരോട് പാപത്തിന്റെ ബന്ധനത്തിൽ ബദ്ധന്മാരായിരിക്കുന്നവരോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നാം കടന്നു എന്ന് പറയണം. അവർ ലഭിക്കുവാൻ പോകുന്ന നിത്യശിക്ഷാവിധിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രതികാര വർഷത്തെക്കുറിച്ച്, ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹാസംഹാര ദിവസത്തെക്കുറിച്ച് സ്തോത്രം. വലുതും ഭയങ്കരവുമായ ആ ദിവസത്തെക്കുറിച്ച് നാം പറയണം. വായിച്ചിട്ട് നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട നമ്മോട് ഓരോരുത്തരോടും. ആ സ്തോത്രം. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആമേൻ ഇത്രയും കാര്യങ്ങൾ കുറഞ്ഞതെങ്കിലും നമ്മെ കൊണ്ട് ചെയ്യിക്കണം. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർക്കുന്ന ദൈവമായി. ഇന്ന് രാത്രികാലം നിവരുവാൻ കഴിയാതെ വണ്ണം വിവിധ വിഷയങ്ങളുടെ മുഖത്ത് കുനിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ യേശു ദൈവാലയത്തിലേക്ക് ചെന്ന് ആമേൻ സ്തോത്രം. കൂനിയായ ആ സ്ത്രീ സ്തോത്രം, അവൾ ജനിച്ചപ്പം മുതൽ ബാധിച്ച കൂനാണ്. സ്തോത്രം. ആ നിമിഷ നേരം കൊണ്ട് അവളുടെ കൂനിനെ മാറ്റി അവളെ നിവർക്കുമാറാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ തലയെ കുരിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് നീ ആയിരിക്കുന്നുവോ, ഇന്ന് രാത്രികാലം നിനക്ക് വിടുതൽ നിന്നെ മാനിക്കുവാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയം വയ്ക്ക്. ആ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ആ ദൈവസന്നിധിയിലേക്ക് ഓടി ചെല്ല്. ആ ദൈവസന്നിധി നെടുമ്പാട് വീട്. ആ ദൈവസന്നിധി നിലവിളിക്ക്. നിന്റെ കൂലിനെ നിവർക്കി നിന്റെ തലയെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പരിചയം മഹത്തായ പ്രതിഫലവുമാകുന്ന ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുക. ഹല്ലേലൂയ. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും.
സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ എന്നേക്കും നമ്മുടെ കർത്താവിനോട് കൂടെ വാഴുന്ന ആ സുദിനത്തെ ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ശിഷ്ടകാലം കഴിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ്. പ്രത്യേകാല ഈ രാത്രികാലം വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ബിബിൻ കുടുംബമായി നാട്ടിലായിരുന്നുകൊണ്ട് ഷെറിൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ സഹോദരി പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ കടന്നു വന്നിട്ടുണ്ട്. ഷെറിൻ്റെ മമ്മി വന്നിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവിനെ വീണ്ടും ഈ ദേശത്തെ കൂട്ടി വരുത്തിയതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലീവിന് നമ്മുടെ ഹല്ലേലൂയ വിഷ്ണുവേർ നാട്ടിലേക്ക് കടന്നുപോയി. സഹോദരി ചില ആഴ്ചകളായിട്ട് ശരീരത്തിൻ്റെ ബലഹീനത മൂലം കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് കൂട്ടി വരുത്തിയതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവയിഷ്ടമായാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന 5, 6, 7 തീയതികളിൽ വെച്ച് നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുപോലെ ബുധനാഴ്ചത്തെ മീറ്റിംഗ് ആമേൻ സ്തോത്രം താഴത്തെ ഹോളിൽ വെച്ചായിരിക്കും. വ്യാഴാഴ്ചത്തെ മീറ്റിംഗ് എന്താണ് എവിടെ വെച്ചാണെന്നുള്ളത് പിന്നീട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. വെള്ളിയാഴ്ച ആമേൻ സ്തോത്രം സഭായത്തോടുകൂടി കർത്തൃമേശ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരും കടന്നു വരണം. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന് എത്ര കാലം നമുക്ക് ഈ ലോകത്തിൽ പാർക്കുവാൻ കഴിയുമെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. കാരണം ഈ ലോകത്തിലെ വാസമൊക്കെയും തീരാറായി. സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോഹയുടെ കാലം പോലെ കർത്താവിൻ്റെ വരവായി കഴിഞ്ഞു. സ്തോത്രം. നോഹയുടെ കാലത്തുണ്ടായിരുന്ന മ്ലേച്ഛതയെക്കാട്ടിലും കൂടുതലായിട്ട് ആമേൻ ലോകം മുഴുവനും മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുക. സ്തോത്രം. പ്രൈസ് ലോർഡ്. എവിടെ ഏത് മീഡിയ എടുത്ത് ആമേൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അവിടെ എല്ലാം ആമേൻ കൊലപാതകങ്ങൾ, മ്ലേച്ഛതകൾ, ദുഷ്ടതകൾ. സ്തോത്രം. മനുഷ്യന് സ്നേഹമില്ലാതെ പ്രത്യാശയില്ലാതെ പോയി ആത്മഹത്യയുടെ ദൂതുകൾ, ആത്മഹത്യയുടെ ന്യൂസുകൾ ഒക്കെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവവും ഈ ലോകത്തെ കണ്ട് മടുത്ത് കാണാനാണ് ചാൻസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. അവൻ്റെ വൃതരായ നാം നൊടിയിടയ്ക്കുള്ളിൽ രൂപാന്തരപ്പെടും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പസമയം ഞാൻ സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ട്. Oh, what a wonderful, wonderful day, day I will never forget. After I'd wandered in darkness away, Jesus my Savior I met. Oh, what a tender, compassionate friend. He met the need of my heart. Shadows dispelling with joy I am telling. He made all the darkness depart. Heaven came down and glory filled my soul. When at the cross my Savior made me whole, my sins were washed away, and my night was turned to day. Heaven came down and glory filled my soul. Amen. Praise the Lord. I thank God for giving me an opportunity to tell this memory verse. Philippians 3 verse 17. Brothers, join in imitating me and keep your eyes on those who walk according to the example you have in us. Amen.
Praise the Lord. For God so loved the world, he gave his only begotten Son, and whoever believes in him shall not perish but have everlasting life. Praise the Lord. Yes, Lord, thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Proverbs 29, verse 25. But whoever trusts in the Lord shall be saved. Please pray for me and my past. Praise the Lord. Praise the Lord. Praise the Lord. But the Lord being forever, your throne endures to all generations. Lamentation 5, verse 19. Please pray for me and my family. Praise the Lord. Psalms 100 verse 1. Make a joyful noise unto the Lord, all lands. This coming Sunday, my exams are going to start. Please pray for me. Praise the Lord. Philippians 4 verse 13, I can do all things through Christ which strengthens me. This coming Sunday, my exams are coming up. Kindly please pray for me and my family. Amen. Praise the Lord. This is the day that the Lord has made. Let us rejoice and be glad in it. Psalms 108 verse 24. This coming Sunday, my exams are starting. Please pray for me and my family. Praise the Lord. Rejoice in the Lord always, and again I say rejoice. Philippians 4 verse 7. Please pray for me and my family. Praise the Lord. And as Moses lifted up the serpents in the wilderness, as the Son of God should be lifted up, as whoever believes in him should not perish but have eternal life. Amen. John 3:14-15. This coming Sunday, my exams are starting. Please pray for me. Praise the Lord. Praise the Lord. I am the Lord. Besides me, there is no Savior. Isaiah 43 verse 11. Please pray for me and my family. Amen. Rejoice in the Lord always. I shall not want. Psalms 23 verse 1. Please pray for me and my family. Praise the Lord. Rejoice in the Lord always. I could allowed to God, he will hear. Praise the Lord. Praise the Lord. In the beginning, God created earth and the heaven and the earth. Genesis 1 verses 1. Please pray for me. Amen. This is the Lord's doing. It is marvelous in our eyes. Please pray for me and my family. Amen. Praise the Lord. Psalms 103 verse 3. Therefore, whoever heals your sins and all of your disease. Praise the Lord. If you ask in my name, I will do it. John 14 verse 14. My exam is coming. Please pray for me and my parents. Amen. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand. So let us cast off the works of darkness and put on the armor of light. My exams are going on. Please pray for me. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ പലരും എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. മറ്റുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയും എക്സാം തുടങ്ങുവാൻ പോകുന്നു. കർത്താവ് സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും എല്ലാവർക്കും കൊടുക്കേണ്ടതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ കർത്താവ് സ്വർഗീയ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കേണ്ടതിനായി അഭിഷക്തരായി കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന കുഞ്ഞുങ്ങളായി ആരോഗ്യം ബലമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ തക്ക വേണം കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ അവരുടെ മേലുണ്ടായിരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. Amen. Hallelujah. Amen. Amen. Hallelujah.
നിൻഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിന് വായിച്ചു കേൾപ്പാൻ ഈ രാത്രികാലം കർത്താവ് ഇടയാക്കിയല്ലോ. യഹോവയെ സ്തുതിപ്പീൻ എൻ മനമേ, യഹോവയെ സ്തുതിക്കാം. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഈ രാത്രികാലം ഒരു തീരുമാനത്തോടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. സാക്ഷിവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള വിഷയങ്ങളെല്ലാം ആരുടെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സ്തോത്രമാല്യമായ പിതാക്കള് അനേകം രോഗികളായിട്ട് നാട്ടിലും ഹോസ്പിറ്റലിലൊക്കെയും ആയിരിക്കുന്ന കർത്താവ് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും എല്ലാവർക്കും കൊടുക്കേണ്ടതിനായിട്ട് നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് അവരെയും ചുമന്ന് വഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സഹോദരിയുടെ സഹോദരൻ വളരെ സീരിയസ് ആയിട്ട് ആമേൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. സുസഹോദരിയുടെ സഹോദരൻ ഹല്ലേലൂയ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരെല്ലാം രോഗികളായിരിക്കുന്നു അവരെല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കേണ്ടതിനായിട്ട് അടിമയുടെ സൗഖ്യം ഓരോരുത്തരുടെ മേലും പകർന്നു കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അർപ്പിക്കപ്പെട്ട സ്തോത്രവാഴ്ചയ്ക്കായി ദശാംശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അമൃതിക്കുലിക്ക് വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്തെല്ലാവരെയും മാനിക്കേണ്ടതിനായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് വീണ്ടും കർത്താവിന് വേണ്ടി ചിലവാകുവാൻ ഒക്കെ വേണം ഇടയാക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ പ്രാർത്ഥിച്ചാട്ട് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പോൾ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളെ മറച്ച് കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ ഞാൻ നന്നായി പാടുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ സാക്ഷിവാചകങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വിഷയങ്ങൾമേൽ ഹല്ലേലൂയ കഥ അത്ഭുതം പ്രവർത്തിച്ച വിഷയങ്ങൾമേൽ എല്ലാം ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ ഹല്ലേലൂയ ഈ പ്രാർത്ഥന വിഷയങ്ങൾ തന്നിരിക്കുന്നതിനാൽ ഹല്ലേലൂയ ആ വിഷയങ്ങൾമേൽ കഥ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ ഹല്ലേലൂയ രോഗികളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത്ഭുത കരം ദൈവമേ അവിടെ വെളിപ്പെട്ട് ഹല്ലേലൂയ അത്ഭുത വിടുതൽ സ്വർഗ്ഗത്തോടെ സംഭവിക്കുവാൻ സ്വർഗ്ഗത്തോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ദൈവസാന്നിധ്യങ്ങളെ മറച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വത്രാശിലൂടെ ഹല്ലേലൂയ ദൈവമേറ്റ് എല്ലാവരും ദൈവമേ ഹല്ലേലൂയ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവേ അവർ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ കേൾക്കുന്ന വചനങ്ങൾ അപ്പോൾ ഞങ്ങൾ ഹൃദയതാഴമായി പതിവാൻ അത് 100 മേരി തന്നെ ഫലം കഴിക്കുവാൻ സ്വർഗ്ഗത്തോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ അപ്പോൾ ആ സ്ഥാനത്തിൻ്റെ മറച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. മനമൊത്തം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ വീണ്ടും ദൈവസന്നിധാനത്തിൽ നമുക്ക് താണിരിക്കാൻ സ്തോത്രം. രാത്രികാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 കൊരിന്ത്യർ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവേ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും അത്രേ. സ്തോത്രം. പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, അവിടെ ദാനമായി തന്ന നല്ല തിരുവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. പല പ്രാവശ്യം ഞങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ള തിരുവചനമാണെങ്കിലും ഇന്ന് രാത്രികാലം അതിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുപ്പാൻ സ്വർഗത്തിൽ ദൈവം കൃപ തരണം. അവിടുത്തെ നാമവചനത്തിൽ കൂടെ മഹത്വം എടുക്കണം. നിൻ്റെ ജനം അനുഗ്രഹം പ്രാപിക്കണം. അടിനെ ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ട് എങ്കിലും അവനിൽ ഊവേ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങൾ ആ ദൈവത്തിന് മഹത്വം വരുമാറ് അവനിൽ ആമേൻ എന്നും അത്രേ. സ്തോത്രം. ദൈവം തന്നെ കുഞ്ഞുങ്ങൾക്ക് അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഭൗതികമായ വാഗ്ദത്തങ്ങൾ, ആത്മീകമായ വാഗ്ദത്തങ്ങൾ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. ഇതെല്ലാം നമുക്കറിയാം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ, ഭൗതികമായ വാഗ്ദത്തങ്ങൾ നമുക്ക്
നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് പിന്നെ അറിവില്ലാതിരിക്കുന്നത് ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ അറിവ് കുറവുള്ളത് ആത്മീയമായ വാഗ്ദത്തങ്ങളെക്കുറിച്ച്. സ്തോത്രം. എഫെസ്യർക്ക് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ആമീൻ. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു വാചകമുണ്ടായിരുന്നു. സ്തോത്രം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. സ്തോത്രം. ദൈവം ഈ ലോകത്തെക്കുറിച്ച്, ഈ ഭൂമിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. സ്തോത്രം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിത്തീരണം. ആമീൻ. സ്വർഗത്തിലെ പോലെ ആമീൻ ഏദനിൽ എപ്രകാരം ആദാമും ഹവ്വായും ആയിരുന്നതോ അതുപോലെ ആമീൻ സ്തോത്രം ദൈവമക്കൾ ആയിത്തീരണം. സ്തോത്രം. ആമീൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ആമീൻ തേജസ് നിറഞ്ഞവനായി ദൈവം സ്തോത്രം ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത് ഏദനിൽ നഷ്ടപ്പെട്ട ഹല്ലേലൂയ ആ സ്വർഗീയ ശോഭ നമുക്ക് മടങ്ങി തരുവാനാണ്. ആമീൻ സ്തോത്രം. അത് പ്രാപിക്കണമെന്നുള്ള വാഞ്ചയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊന്നും നിഷ്ഫലമായി പോകുകയില്ല. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 56-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. 1 രാജാക്കന്മാർ 8:56. താൻ വാഗ്ദാനം ചെയ്ത പോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് എന്ത്? ആമീൻ. സ്വസ്ഥത. സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്നാൽ ദൈവമക്കളുടെ ഇടയിൽ പോലും അനേകർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. കലുഷിതമായ ഹൃദയങ്ങൾ കൊണ്ട് നടക്കുന്ന ആമീൻ ഒരു കൂട്ടം ജനം. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രൂശിൽ യാഗമായി തീർന്നത് നാം സ്വസ്ഥമായി തീരുവാനാണ്. സ്തോത്രം. അതവൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് ആ സ്വർഗീയ സ്വസ്ഥത ലഭിക്കും. സ്തോത്രം. ഈ ലോകത്തിൽ നമുക്ക് സ്വസ്ഥത ലഭിച്ചില്ല എങ്കിലും, ഈ ലോകത്തിൽ അല്പം കഷ്ടങ്ങൾ വന്നാലും, ഈ ലോകത്തിൽ അല്പം പ്രതികൂലം വന്നാലും പ്രൈസ് ലോർഡ് അവൻ നമുക്ക് വേണ്ടി സ്വസ്ഥത നൽകുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാം എല്ലാറ്റിലും വെച്ച് ഒരെണ്ണം പോലും നിഷ്ഫലമായി പോയിട്ടില്ല. സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്തതെല്ലാം അവർക്ക് ദൈവം കൊടുത്തു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇത്രത്തോളം വാഗ്ദത്തങ്ങളെ പ്രാപിച്ച വേറൊരു ജനത ഈ ലോകത്തിലുണ്ടാകത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം അവർക്ക് ദാനമായി ലഭിക്കുമെന്ന് കൊടുക്കുമെന്ന് ദൈവം സ്തോത്രം അവരോട് വാഗ്ദത്തം ചെയ്തതുപോലെ കുറേ നാൾ അവർ അടിമകളായി പാർക്കേണ്ടി വന്നെങ്കിലും സ്തോത്രം മോശയുടെ നേതൃത്വത്തിൽ അവരെ മിസ്രയീമെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് അവരുടെ കയ്യിലിരിപ്പ് കാരണം 40 വർഷത്തോളം മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് സ്തോത്രം കറങ്ങുമാറാക്കിയെങ്കിലും അവസാനം ആമീൻ 20 വയസ്സിന് ആമീൻ സ്തോത്രം താഴെയുള്ള സകലരും സ്തോത്രം കനാൻ ദേശത്ത് ചെല്ലുവാൻ ഇടയായി. അവിടെ അവർക്ക് ദൈവം രാജ്യം കൊടുത്തു. അവിടെ അവർക്ക് ആമീൻ അവൻ പ്രവാചകന്മാരെ കൊടുത്തു. അവിടെ അവൻ അവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തു. അവിടെ അവൻ രാജാക്കന്മാരെ കൊടുത്തു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമീൻ. അവൾ സ്വൈര്യമായി
പാർക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്നും നിഷ്ഫലമായി പോയില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എനിൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊന്നും നിഷ്ഫലമായി പോകുകയില്ല. സ്തോത്രം. അത് ഭൗതികമായിക്കൊള്ളട്ടെ, ആമേൻ, ഹല്ലേലൂയ, അത് ആത്മീയമായിക്കൊള്ളട്ടെ. ദൈവം നിന്നെക്കുറിച്ച് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെ സംഭവിക്കും. ഈ ലോകത്തിൻ്റെ ദുഷ്ടശക്തികൾക്കൊന്നും നിന്നെ, സ്തോത്രം, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് നിന്നെ തടയുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം വിലയേറിയതാണ്. സ്തോത്രം. വായിച്ചാട്ട് ആമേൻ. 2 പത്രോസ് 1:4. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത്. എൻ്റെ മേലത്തെ ഭാഗം കൂടെ വായിച്ചാട്ട്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും തന്നെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും അവൻ്റെ ദിവ്യ ശക്തിയാൽ അവൻ നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിൽ കൂടുതലും കർത്താവ് നമുക്ക് നൽകി തരും. നാം വിശ്വസ്തരായിട്ട് ആ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. സ്തോത്രം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കുമ്പോൾ അവൻ നമുക്ക്, ആമേൻ, സ്തോത്രം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. സ്തോത്രം. ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. സ്തോത്രം. ഭാഗ്യവശാൽ, ഹല്ലേലൂയ, ആ വിശ്വാസം നമുക്ക് ലഭിക്കുവാനും ആ വിശ്വാസത്തെ ഏറ്റുപറയുവാനും ആമേൻ വിശ്വാസപ്രകാരം സ്നാനപ്പെടുവാനും ഒക്കെയും കർത്താവ് നമുക്ക് ആമേൻ ഭാഗ്യം തന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം പാടിയതുപോലെ നാം കൃപ ലഭിച്ചവരാ. സ്തോത്രം. അനേകര്, സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവീക കൃപ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. സ്തോത്രം. വേറൊരു പ്രത്യേകത, കല്ലറയ്ക്കുള്ളിൽ ഉള്ളവർ പുനരുദ്ധാരം പ്രാപിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളിൽ മറ്റൊന്നാണ് കല്ലറയ്ക്കുള്ളിൽ ഉള്ളവർ പുനരുത്ഥാനം പ്രാപിക്കും. യോഹന്നാൻ സുവിശേഷം 5-ാം അതിൻ്റെ 28 വായിച്ചാട്ട്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. ആമേൻ. സ്തോത്രം. നമ്മൾ, ഹല്ലേലൂയ, ആമേൻ, മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെയും ആമേൻ മരിച്ചടക്കപ്പെടുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ദുഃഖമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെയും നാം പ്രത്യാശയുള്ളവരായി ഇരിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയ്ക്കുള്ളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ. പ്രൈസ് ലോർഡ്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുന്ന ദൈവം. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കാനുള്ള നാഴിക വരുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. കല്ലറയ്ക്കുള്ളിലുള്ളവരെല്ലാവരും രൂപാന്തരപ്പെടും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ, ഈ ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, ആമേൻ, കർത്താവിനെ അനുസരിച്ച് ജീവിച്ചവർ
ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവരെ ഓർത്ത് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ഹല്ലേലൂയ, ആമേൻ, ഈ ലോകത്തിൽ കർത്താവിനെ അറിയാത്ത മറ്റുള്ള നമ്മുടെ സഹോദര വൃന്ദത്തിൽപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കളായവർ, നമ്മുടെ ബന്ധുമിത്രാദികളായവർ, അവരെ ഓർത്ത് നാം ഭാരപ്പെടണം. പ്രൈസ് ലോർഡ്. ആമേൻ, സ്തോത്രം. കുറഞ്ഞത് അവരെയെങ്കിലും നാം നേടണം, അവരോടെങ്കിലും നാം സുവിശേഷം പറയണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, അല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരിതാപകരമാണ്. സ്തോത്രം. നമ്മെ അവരുടെ കാവൽക്കാരാക്കി ദൈവമാക്കി വെച്ചേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. മസ്കറ്റ് വരുമ്പോൾ ദൈവമക്കളും മസ്കറ്റ് ചെല്ലുമ്പോൾ ആമേൻ അല്ലാത്ത മക്കളുമായിരുപ്പാൻ ആമേൻ മസ്കറ്റിന് തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ പണ്ടത്തെ പോലെ ആയിരിക്കും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച്, നമുക്ക് ലഭിച്ച സ്വസ്ഥതയെക്കുറിച്ച്, നമുക്ക് ലഭിച്ച സമാധാനത്തെക്കുറിച്ച്, നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിടുതലിനെക്കുറിച്ച് നാം മറ്റുള്ളവരോട് പറയുക തന്നെ ചെയ്യണം. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യേശു അവരോട് പറഞ്ഞ യോഹന്നാന സുവിശേഷം 6:35 യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. യോഹന്നാന സുവിശേഷം 4:13-14 വായിച്ചാട്ട് യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. സ്തോത്രം. ആമേൻ. ശമരിയക്കാരി സ്ത്രീ കിണറ്റിൽ നിന്ന് കോരിക്കൊടുക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്നാൽ യേശു കൊടുക്കുന്ന വെള്ളം, സ്തോത്രം, ഹല്ലേലൂയ, അത് ജീവന്റെ ജലമാണ്. സ്തോത്രം. ഈ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ആമേൻ. യോഹന്നാന സുവിശേഷം 7:37 വായിക്കുമ്പോൾ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കർത്താവിൽ വിശ്വാസം ഉള്ളവന് മാത്രമേ ഈ ജീവജല നദി, സ്തോത്രം, അവൻ്റെ ഉള്ളിൽ നിറഞ്ഞ് കവിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ജലം, ഈ ജീവജല നദി ഒരിക്കലും ദാഹിക്കാത്ത ആമേൻ ഈ ജീവജല നദിയിൽ നിന്ന് കുടിപ്പാൻ തക്കവണ്ണം നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്ത ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവമക്കളെ, സ്തോത്രം, നിങ്ങൾ അതിനായിട്ട് ദാഹിക്കണം, അതിനായിട്ട് വാഞ്ചിക്കണം. ഹല്ലേലൂയ. ആമേൻ. ശമരിയക്കാരി സ്ത്രീ യേശു ക്രിസ്തു കൊടുത്ത ദൈവത്തിൻ്റെ ആമേൻ, സ്തോത്രം, ആ ജീവജലം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്തായി മാറി? സ്തോത്രം. അവൾ അവളുടെ പട്ടണത്തിലേക്ക് ചെന്നു. സ്തോത്രം. അവിടെ സാക്ഷിയായി മാറുവാനിടയായി. യേശുവിനെ കുറിച്ച് ആ പട്ടണത്തിലുള്ളവരോട് സകലരോടും അവൾ പറഞ്ഞു. സ്തോത്രം. ഒരു യഹൂദനായ മനുഷ്യൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഞാൻ ശമരിയയിലെ ആ സ്തോത്രം ആമേൻ, സ്തോത്ര കിണറിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ എന്നോട് വന്ന് വെള്ളം ചോദിച്ചു. ആമേൻ, സ്തോത്രം. വെള്ളം ചോദിച്ചു മാത്രമല്ല, എൻ്റെ ചരിത്രങ്ങൾ മുഴുവനും, ഹല്ലേലൂയ, അവൻ എന്നോട് പറയുവാനൊക്കെ വേണ്ടിയായി. അതുമാത്രമല്ല, അവൻ്റെ ജീവൻ്റെ ഉറവയിൽ നിന്ന് വെള്ളം തന്ന് കുടിപ്പാൻ എനിക്കിടയായി. സ്തോത്രം. നിങ്ങൾ അവനെ വന്ന് കാണണം. സ്തോത്രം. ഒരു പട്ടണക്കാരെ മുഴുവനും വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ കടന്നു എന്ന്. സ്തോത്രം. അവിടെ അനേകര് മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിത്യജീവനെ പ്രാപിപ്പാനൊക്കെ വേണം കർത്താവ് ഇടയാക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
അതുമാത്രമല്ല സ്തോത്രം, ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം, അവൻ്റെ അടുക്കൽ ചെല്ലുന്നവരെ ആരെയും അവൻ ഒരു നാളും തള്ളിക്കളകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാട്ടെ. യോഹന്നാൻ 7:27. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും 7:27. 6:37 വായിച്ചു സാർ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളകില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ സ്തോത്രം, അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളകയില്ല. അവൻ നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. നിനക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ആമേൻ. സ്തോത്രം. നിൻ്റെയും ദൈവം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ശ്രമങ്ങളുടെ വായടയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ നാം ആയിരിക്കുമ്പോൾ മുങ്ങിപ്പോകാതെ നമ്മുടെ കരം പിടിച്ച് നമ്മെ ഉയർത്തുന്ന ദൈവം. കടലിലെ ഓളങ്ങൾ നമ്മെ മുക്കിക്കളയുവാൻ തുടങ്ങുമ്പോൾ, കടലിലെ ആഴത്തിലേക്ക് നാം താണു പോകുമ്പോൾ വലം കൈ നീട്ടി നമ്മെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. രണ്ടാമതായി അടുത്തതായിട്ട് ആമേൻ കർത്താവ് തന്നിരിക്കുന്ന വേറൊരു പ്രോമിസാണ്, അവനെ അനുഗമിക്കുന്നവർ ഒക്കെയും വെളിച്ചമുള്ളവരായി തീരും. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 8:12 വാക്യം വായിച്ചാട്ട്. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. സ്തോത്രം. എന്നെ അനുഗമിക്കുന്നവൻ, യേശുവിനെ അനുഗമിക്കുന്നവൻ ആർക്കും ഇരുളിന്റെ പ്രവൃത്തികൾക്ക്, ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അവൻ നമ്മെ വിളിച്ചത് സ്തോത്രം വെളിച്ചത്തുള്ളവരായി നടപ്പാൻ, മര്യാദയുള്ളവരായി നടപ്പാൻ. സ്തോത്രം. ആമേൻ. വെറുക്കൂത്തിലും മദ്യപാനത്തിലും അല്ല. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയോ ദൈവ പ്രവൃത്തി, ദൈവിക നന്മകൾ ചെയ്യുന്നവരായി തീരുവാനാണ് നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇരുട്ടിലേക്ക് നാം തിരിഞ്ഞു പോകരുത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്കൊന്നും നാം കൂട്ടാളികളായി തീരരുത്. യേശു നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന, യേശു നമ്മുടെ പകർന്നു വന്നിരിക്കുന്ന ആ വെളിച്ചമൊട്ടും കുറഞ്ഞു പോകാതെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നാം പകർന്നുകൊണ്ടിരിക്കണം. നമ്മിലെ വിളക്ക് ആളിക്കത്തണം. സ്തോത്രം. അത് അനേകർക്ക് പ്രകാശം കൊടുക്കുന്നതായി മാറണം. അനേക അന്ധകാരത്തിലിരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുന്നവരായി അത് മാറണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അടുത്തതായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രോമിസ്, അപേക്ഷിക്കുന്നതൊക്കെയും നമുക്ക് ചെയ്തു തരും. നാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഹല്ലേലൂയ അവൻ നമുക്ക് നൽകി തരും. വായിച്ചാട്ട് 14 അപ്പോസ്തല പ്രവൃത്തി 14:13 വായിച്ചാട്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, അപ്പോസ്തല പ്രവൃത്തി യോഹന്നാൻ സുവിശേഷം 14:13. യോഹന്നാൻ സുവിശേഷം 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ നാം എന്ത് അപേക്ഷിച്ചാലും അത് നമുക്ക് നൽകി തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വിലയേറിയതും മഹത്വകരമായ വാഗ്ദത്തമാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലെ നിന്റെ വിഷയമായി ദൈവത്തിൻ്റെ അരികിലേക്ക് നീ ഒന്ന് അടുത്ത് ചെല്ലണം. സ്തോത്രം. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, നിന്റെ ഭൗതികമായ വിഷയമായിരിക്കാം, നിന്റെ ആത്മീയ
വിഷയമായിരിക്കാം, നിന്റെ ശാരീരികമായ വിഷയമായിരിക്കാം, എന്തു തന്നെയായാലും നീ യേശുവിൻ്റെ നാമത്തിൽ അവനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവനത് നിവർത്തിച്ച് തരാമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആമേൻ. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ശമൂവേൽ ബാലനെ കൊടുത്ത തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. കുരുടനെ നിലവിളി കേട്ട് അവന് കാഴ്ച കൊടുത്ത ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കുഷ്ഠരോഗികളുടെ നിലവിളി കേട്ട് അവരെ സൗഖ്യമാക്കിയ ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. എൻ്റെ യേശുവിന് അസാധ്യമായതൊന്നുമില്ല. സ്തോത്രം. അവൻ്റെ നാമത്തിൽ അവനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നമുക്ക് നൽകി തരുന്ന ദൈവമാ. അവൻ നമ്മെ അനാഥനായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് അരുളി ചെയ്തവനായ കർത്താവ് ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ആകയാൽ ഹല്ലേലൂയ, നമുക്ക് അവൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. കാരണം യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ നാം ഓരോരുത്തരും. നാം നിസ്സാരരല്ല. സ്തോത്രം. നമുക്ക് കൊടുത്തിരിക്കുന്നത്, നമുക്ക് വേണ്ടി അവൻ മുടക്കിയിരിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ കൂടെ ബഹിർഗമിച്ച ആ സ്വർഗീയ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. സ്തോത്രം. ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ നമുക്ക് വേണ്ടി കർത്താവ് അവൻ്റെ ശരീരത്തിലെ മുഴുവൻ രക്തം ഊറ്റിക്കൊടുത്തിട്ടാണ് സ്തോത്രം അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. സ്തോത്രം. അവൻ്റെ നിർദോഷവും നിർമ്മലവുമായ ആമേ വിലയേറിയ രക്തം കൊണ്ട് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ അവൻ നമ്മെ തള്ളിക്കളയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. അവൻ നമ്മുടെ അകൃത്യങ്ങളെ എല്ലാം മോചിക്കുന്ന ദൈവമാണ്. നമ്മുടെ സകല രോഗങ്ങളെയോ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ സൗഖ്യമാക്കി നമ്മെ നടത്തി നമുക്ക് നമ്മുടെ ദുഃഖിതന്മാർക്ക് വീണ്ടും ആശ്വാസം വരുത്തുന്ന ആ ദൈവമാണ്. ഇന്ന് രാത്രികാലം ആ കർത്താവിനെ നമുക്കങ്ങ് മുറുകെ പിടിക്കാം. അവൻ്റെ നാമത്തിൽ ആമേൻ അപേക്ഷിക്കേണ്ടത് അപേക്ഷിപ്പാൻ നിങ്ങൾ ഇന്നുവരെയും എന്നോടൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ അവൻ്റെ സന്നിധാനത്തിലേക്ക് ചെന്ന് ആമേൻ സ്തോത്രം. ഹാലവൻ്റെ കാലുകളെ ആമേൻ കെട്ടിപ്പുണർന്നുകൊണ്ട് സ്തോത്രം. സ്വർഗവന സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠമായിരിക്കുന്ന ആ പാദപീഠത്തിലേക്ക് കടന്നു എന്ന് സ്തോത്രം. തമ്പുരാനെ ആമേൻ സ്തോത്രം. നീ എനിക്ക് ഈ വിഷയത്തിന്മേൽ വിടുതൽ തന്നേ മതിയാവൂ. എന്നെ സഹായിപ്പാൻ ഈ ലോകത്തിൽ ഒരു കുഞ്ഞു പോലുമില്ല. എൻ്റെ വിഷയത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരുവാൻ മറ്റാരുമില്ല. കർത്താവേ, നീ എൻ്റെ വിഷയത്തിന്മേൽ ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാവൂ. നീ ഇറങ്ങി വന്നേ മതിയാവൂ. നീ അത്ഭുതം പ്രവർത്തിച്ചേ മതിയാവൂ. ആമേ, നീ എനിക്ക് ഒരു വിടുതൽ തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് രാത്രി കാലവും ദൈവത്തിൻ്റെ പൈതല് അവൻ നിന്റെ കാര്യങ്ങളെ എല്ലാം സാധിപ്പിക്കുന്ന ദൈവമാണ്. നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമോ. കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ നാം പുതുഭാഷകൾ സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ നാം സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ആമേൻ. മരണകരമായ യാതൊന്ന് കുടിച്ചാലും നമുക്ക് യാതൊരു ഹാനിയും സംഭവിക്കില്ല. രോഗിയുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമായി തീരും. സ്തോത്രം. ഒരു വാഗ്ദത്തം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം.
ഞാൻ നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 14 ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പ്രത്യാശയുള്ള ദൈവമെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. മനോഹരമായ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് എന്നാകിയാൽ അതുകൊണ്ട് ഞങ്ങൾ ആ ദൈവത്തിന് മഹത്വം പെരുമാറ്. ആമേൻ എന്ന് മാത്രമേ ദൈവ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുന്നവരായ അനുകാരികളായി തീരുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പ്രത്യാശ ഗാനം പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേദയുവാൻ. ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കാക്ഷിത്തോ ഇടിച്ചു കളക, സ്നേഹത്താലും നിൽക്കാ, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. കാക്ഷിത്തോ ഇടിച്ചു കളക, സ്നേഹത്താലും നിൽക്കാ, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. 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 ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ
ദേശമേതോ മുഴങ്ങിടുന്നു. Hallelujah, hallelujah. ഓ രാത്രികാലം കേട്ട ദൈവദിനത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യാശയോടെ ഈ രാത്രികാലം മടങ്ങി പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നിഷ്ഫലമായി പോകുകയില്ല. നിത്യജീവനെ തരുമെന്നുള്ളവൻ്റെ വാഗ്ദത്തം ആമേൻ നമ്മിൽ കർത്താവ് നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലറയ്ക്കുള്ളിലുള്ളവരെല്ലാം നന്മ ചെയ്തവർ ജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ രാത്രികാലം കേട്ടല്ലോ. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്ക് വരുന്നവൻ ഒരു നാളും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. അവൻ്റെ അടുക്ക് ചേരുന്നവനെ ഒരു നാളും തള്ളിക്കളകയില്ല. യേശുവിനെ അനുഗമിക്കുന്നവർ വെളിച്ചമുള്ളവനായി തീരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവൻ നമ്മെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല, അനാഥരായി വിടുകയില്ല എന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെയും അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് അവൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും നൽകി തരുമെന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെയും ഇന്ന് രാത്രി കാലം നാം കേട്ടല്ലോ. അത് നമുക്ക് വിശ്വസിച്ച് ഉറയ്ക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവാം കർത്താവേ, നല്ല കർത്താവേ, നല്ലൊരു കൂട്ടായ്മ അടികളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സഭയായിട്ട് തിരുസനിലേക്ക് കടന്നു വരുവാനും അങ്ങയെ സ്തുതിപ്പാനും ആരാധിക്കുവാനും കർത്താവേ, അങ്ങയുടെ നന്മകളെ ഓർക്കുവാനും തിരുസനിൽ നന്ദിയോടെ ആയിരിക്കുവാനും അങ്ങയെ ആരാധിപ്പാനും സ്വർഗം തന്ന നല്ല അവസരങ്ങൾക്ക് സ്തോത്രം കർത്താവേ. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം കർത്താവ് അടികൾക്ക് ദാനമായി തന്നതിനാൽ നിത്യരക്ഷയും കർത്താവേ ആമേൻ സ്വന്തങ്ങളുടെ രാജ്യത്തിന് ഓഹരിക്കാരുമാക്കി അടികളെ തീർത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. ആ പ്രത്യാശയോടെ മുന്നേറുവാൻ ഹല്ലേലൂയ സ്വർഗം തുടർന്നും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിപ്പങ്ങളുടെ ദാസനെ ദൈവം ബലപ്പെടുത്തുന്നതിനാൽ സ്തോതിക്കുന്ന കർത്താവേ, അധികം ശക്തിയോടും ബലത്തോടും ആരോഗ്യത്തോടും അങ്ങയുടെ ആവോളം പ്രയോജനപ്പെടുവാൻ ഞങ്ങളുടെ ദാസനെ കുടുംബമായി തുടർന്നും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയിൽ കേട്ട തിരുവചനം കർത്താവേ അവൻ വരും ദിവസങ്ങളിൽ അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർത്തതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. ഹാലി നാട്ടിലായിരുന്നു ഞങ്ങളുടെ മക്കളെ സ്വർഗം കൂട്ടി വരുത്തി അടികൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ സ്വർഗം കൃപയതിനാൽ സ്തുതിക്കുന്നു. സാക്ഷ്യവാചകങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളുമേലും സ്വർഗം വലിയ ചെയ്തതിനാൽ സ്തോത്രം. ഹാലി വിടുതലിന്റെ സാക്ഷ്യങ്ങൾ സ്വർഗവടികൾക്ക് തന്നതിനാൽ സ്തോത്രം. വരും ദിവസങ്ങളിൽ കർത്താവ് വിടുതലോടെയും അവന്റെ ജയത്തോടെ ഈ ലോക ജീവിതം നയിപ്പാന് സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇത്രത്തോളം കൃപയും അടികളെ നയിച്ചതിനാൽ സ്തോത്രം. തുടർന്ന് അടികളെ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ മാനവും മഹത്വവും യേശുവിന് അടികൾക്ക് മുമ്പായി ഞങ്ങളുടെ ദൂതന്മാരെ അയച്ച് സകല ദുർഘടങ്ങളെ നിരപ്പാക്കി അടികൾക്ക് വേണ്ടി പാതകളെ നിരപ്പാക്കുന്നതിനാൽ സ്തോത്രം താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാളിയാരെ യഹോവയേ മനസ്സലിവുടയ മഹോന്നത ഹരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത ഹരനേ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന് സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാണ്ട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.